ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ലാസ്റ്റ് പാർട്ടില് ഹീറ്റ് ബാലൻസ് ഷീറ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഒരു എൻജിനിൽ ഹീറ്റ് കൊടുത്തത് മുതൽ ആ ഹീറ്റ് ഏതെല്ലാം റൂട്ടിലൂടെയാണ് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ഷീറ്റ്, ഒരു ബാലൻസ് ഷീറ്റാണ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഓരോ ടേമും എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ്. അപ്പം അതിലെ ഓരോ ഇക്വേഷൻസ് നോക്കാം. ഒന്ന്, ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ, അതായത് ഇൻപുട്ട് ഹീറ്റ് ആണ് ആ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻപുട്ട് ഹീറ്റ് എനർജി എത്രയാണ് കൊടുക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻ ആണ് QS = MF × CV. അത് കിലോ ജൂൾ പെർ മിനിറ്റിലാണ് കിട്ടുക. അതിൽ MF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ കൺസ്യൂം ചെയ്ത ഫ്യൂവലിൻ്റെ അളവ്, മാസ് എത്രയാണ്, അത് നമ്മളിവിടെ ഗിവൺ ഡാറ്റയാണ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പെരിമെൻ്റ് വെച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. 0.075 കിലോഗ്രാം ആണ് ഒരു മിനിറ്റിൽ ആ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മിനിറ്റ് ബേസിലുള്ള ഹീറ്റ് ബാലൻസ് ഷീറ്റാണ്, അതുകൊണ്ടാണ് മിനിറ്റിൽ നിന്ന് എടുക്കാൻ കാരണം. ഇനി ഹവർ ബേസിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹവറിൽ എത്ര കിലോഗ്രാം ആണ് ഉപയോഗിച്ചതെന്നുള്ളത് എനിക്ക് കണ്ടെത്താം. ദെൻ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ CV 42,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഈ രണ്ട് വാല്യൂവും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് QS എത്ര ഉണ്ടെന്ന് കിട്ടും, എത്ര ഹീറ്റാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിച്ചു. ഇനി ഇതാണ് ഇപ്പോൾ നമ്മൾ ആ എഞ്ചിനിലോട്ട് കൊടുത്തിട്ടുള്ള ഹീറ്റ്. ഈ ഹീറ്റിന് ഏതെല്ലാം റൂട്ടിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് അടുത്ത് നോക്കുന്നത്. ഹീറ്റ് ഇക്വാലന്റ് ടു ബ്രേക്ക് പവർ. ഇപ്പോൾ ബ്രേക്ക് പവർ നിങ്ങൾ ആ ലോഡും മറ്റു കാര്യങ്ങളും വെച്ച് ബ്രേക്ക് പവർ കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് QBP എന്ന് പറഞ്ഞാൽ ഹീറ്റ് ബ്രേക്ക് പവറിന് ഒരു ഇക്വാലന്റ് ആയിട്ടുള്ള ഹീറ്റ് എത്രയാണ്, BP × 60. BP എന്ന് പറഞ്ഞത് ബ്രേക്ക് പവർ ഓഫ് ദി എഞ്ചിനാണ്. അത് നമ്മൾ ഗിവൺ ആണ് 4 kW എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി QBP എന്ന് പറഞ്ഞാൽ × 60 എന്ന് കൊടുത്തിട്ടുള്ള കാരണം എന്താണ്, കിലോവാട്ട് പറഞ്ഞാൽ കിലോ ജൂൾ പെർ സെക്കൻഡ് അല്ലേ. ഇനി അതിന് മിനിറ്റ് ബേസിലാണല്ലോ നമ്മൾ കാണുന്നത്, അപ്പോൾ മിനിറ്റിലോട്ട് അതിനെ മാറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ 60 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കാരണം. അപ്പം BP × 60. BP എത്ര കൊടുത്തിട്ടുണ്ട്, 4 ആണ്. ഇനി അതിനെ 4 × 60 ചെയ്യുമ്പോൾ നമുക്ക് കിലോ ജൂൾ പെർ മിനിറ്റ് കിട്ടും. ഓക്കെ, ഇനി ആ കിലോ ജൂൾ പെർ മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇതിന് പേഴ്സൻറ്റേജിലോട്ട് മാറ്റണം. പേഴ്സൻറ്റേജ് ഓഫ് QBP, എത്ര ശതമാനം ബ്രേക്ക് പവറാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ്, എത്ര ഹീറ്റാണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്, QS. ഇതിവിടെ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും, എത്രയാണ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ QSൻ്റെ എത്ര ശതമാനമാണ് BP ആയിട്ട് മാറിയത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ശതമാനം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, QBP/QS × 100 ചെയ്യുമ്പോൾ എത്ര ശതമാനമാണ് QBPൻ്റെ ശതമാനം എത്രയാണെന്ന് കിട്ടും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂ കിട്ടും. അതേപോലെ ഇനി അടുത്തത് ഹീറ്റ് ക്യാരീഡ് അവേ ബൈ കൂളിംഗ് വാട്ടർ. കൂളിംഗ് വാട്ടറിലോട്ട് എത്ര ഹീറ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതിൻ്റെ ഇക്വേഷനാണ് QCW എന്ന് പറയുമ്പോൾ കൂളിംഗ് വാട്ടർ = MW × CPW × TWO - TWI എന്ന് പറഞ്ഞാൽ അവിടെ MW എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റഡ്. എത്ര കൂളിംഗ് വാട്ടറാണ് ആ എഞ്ചിനിലൂടെ സപ്ലൈ ചെയ്തത്, 3 kg/min. മിനിറ്റിൽ 3 kg ആണ് എന്ന് കണ്ടെത്തി, എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. പിന്നെ TWO എന്ന് പറഞ്ഞാൽ കൂളിംഗ് വാട്ടർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. കൂളിംഗ് വാട്ടറിന്റെ ഔട്ട്ലെറ്റ് എത്ര ടെമ്പറേച്ചർ ഉണ്ട്, അപ്പം എത്ര, അതായത് എഞ്ചിനിൽ നിന്ന് പുറത്ത് വരുന്നത് കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകും, 95°C ആണ്. തെർമോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തും. പിന്നെ കൂളിംഗ് വാട്ടർ ഇൻലെറ്റ് ടെമ്പറേച്ചർ
എഞ്ചിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ CPW സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് 4.186 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അത് നോൺ വാല്യൂ ആണ്. ഈ വാല്യൊക്കെ കിട്ടി. ഈ വാല്യൊക്കെ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര അതിൻ്റെ ഹീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കൂളിംഗ് വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റിൻ്റെ അളവ് ഇവിടെ കിട്ടും. ഇനി അതിൻ്റെ പേഴ്സൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടെത്തുക. കൂളിംഗ് വാട്ടറിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? QCW/QS. ഇവിടെ എപ്പോഴും ഈ ഡിനോമിനേറ്റർ എപ്പോഴും QS ആണ്. കാരണം അതാണ് ഹീറ്റ് സപ്ലൈ ചെയ്തത്. അതിൻ്റെ എത്ര ശതമാനമാണ് ഈ ഹീറ്റ് ഉണ്ടായതും ബ്രേക്ക് പവർ ആയതും വാട്ടറിലോട്ട് പോയതും ഒക്കെ എന്നാണ് ഇവിടെ കണ്ടെത്തുന്നത്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ശതമാനവും കിട്ടും. അതിവിടെ എഴുതുന്നു, ശതമാനം എഴുതുന്നു. അടുത്തതായിട്ട് കണ്ടെത്താനുള്ളത് ഹീറ്റ് ക്യാരീഡ് എവേ ബൈ എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിലൂടെ എത്ര ഹീറ്റ് നഷ്ടപ്പെട്ടു പോയി, അതാണ് അതിനുള്ള ഇക്വേഷനാണ് QG = mg CPG TG - TR. അപ്പോൾ അവിടെ mg എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് റിലീസ്ഡ്. എത്ര എക്സോസ്റ്റ് ഗ്യാസാണ് പുറത്തോട്ട് റിലീസ് ചെയ്തു പോയത്? അതായത് നമ്മൾ കണ്ടെത്തി 2.3 കിലോഗ്രാം ആണ്. മിനിറ്റിൽ 2.3 കിലോഗ്രാം ആണെന്ന് കണ്ടെത്തി. പിന്നെ CPG പറഞ്ഞ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് അത് 1.06 ആണ്. TG പറഞ്ഞാലോ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ. എക്സോസ്റ്റ് ഗ്യാസിന് എത്ര ടെമ്പറേച്ചർ ഉണ്ട്? ഏകദേശം 400 ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം ഈക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സോസ്റ്റ് ഗ്യാസിലോട്ട് എത്ര ഹീറ്റാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ള വാല്യൂ കിട്ടും. ഇനി അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടെത്താം. നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷനിൽ പേഴ്സൻറ്റേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്ന് അതും കിട്ടും. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാത്ത അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും, ചിലപ്പോൾ കണ്ടെത്താൻ പറ്റാത്ത ലോസുകൾ. അതിൻ്റെ ഇക്വേഷനാണ് Q അൺഅക്കൗണ്ടഡ് = QS മൈനസ് ബ്രാക്കറ്റിൽ QBP + QW + QG. നേരത്തെ കണ്ടെത്തിയ മൂന്നും കൂട്ടിയിട്ട് ടോട്ടൽ QS എന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അൺഅക്കൗണ്ടഡ് ലോസ് എത്ര ഉണ്ടെന്ന് കിട്ടും. ഇനി അതേപോലെ അതിൻ്റെ പേഴ്സൻറ്റേജ് കാണാം. ഓക്കെ, ഇതൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് ഇനി ഹീറ്റ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഹീറ്റ് ബാലൻസ് ഷീറ്റിൽ ഇതേപോലെ 1 2 3 4 5 6 കോളാക്കി വരയ്ക്കാം. 3 റോയും 1 2 3 ഇങ്ങനെ 3 റോ, അതേപോലെ 1 2 3 4 5 6 കോളം. അതിൽ ഒന്നാമത്തെ കോളം എന്ന് പറഞ്ഞത് ഹീറ്റ് സപ്ലൈഡ് ആണ്. ഹീറ്റ് സപ്ലൈഡ് അത് നമ്മൾ തുടക്കത്തിൽ ഒന്നാമതായിട്ട് കണ്ടെത്തിയാണ്. ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ QS. ഇങ്ങനെ ഈ ഹീറ്റ് സപ്ലൈഡ് ബൈ ഫ്യൂവൽ QS ഇതേപോലെ എഴുതാം. എന്നിട്ട് ആ വാല്യൂ ഉണ്ടല്ലോ അവിടെ കിട്ടിയിട്ടുള്ള ഏതാണ് വാല്യൂ? ഇവിടെ നമ്മൾ തുടക്കത്തിൽ കിട്ടിയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. ഇവിടെ തുടക്കത്തിൽ ഇവിടെ കിട്ടില്ല ഹീറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്യൂവൽ. ഇവിടെ കിട്ടുന്ന വാല്യൂ ഒന്നാമതായിട്ട് കിട്ടിയ വാല്യൂ, ആ വാല്യൂ കൊണ്ടുവന്നിട്ട് വേണം ആ കോളത്തിൽ എഴുതാൻ. അത് ഈ കോളത്തിൽ എഴുതുന്നു, ആ വാല്യൂ എഴുതുക. എന്നിട്ട് അത് 100%. അതൊന്നും ചെയ്യേണ്ട, അത് 100%. അതാണല്ലോ നമ്മളെ ഇൻപുട്ട്, അത് 100%. അതിന് ശേഷം ടോട്ടൽ എഴുതുക. ടോട്ടൽ ഇതേ വാല്യൂ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. പിന്നെ ഇതേപോലെ ഇങ്ങോട്ട് 100% നിർത്തി എഴുതുക. ഇനി ഈ കോളത്തിൽ ഹീറ്റ് യൂട്ടിലൈസ്ഡ്, ഇവിടെയുള്ള ഹീറ്റ് ഏതെല്ലാം രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്ത് പോയത്? QBP, QW, QG, QN ഒക്കെ ഉള്ളോസ് ഇതൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ഓരോ വാല്യൂ എത്ര ഉണ്ട് എന്ന് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ എഴുതി കൊടുക്കുന്നു. പിന്നെ അവിടെ തന്നെ പേഴ്സൻറ്റേജും കണ്ടെത്തിയല്ലോ, അതൊക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം ടോട്ടൽ നോക്കാം. ടോട്ടൽ നോക്കുമ്പോൾ ഇവിടെ ഒരു വാല്യൂ ഇട്ടില്ല ടോട്ടൽ. ഇവിടെ ഇപ്പോൾ ഒരു
ഒരു എക്സ് കിട്ടി. എക്സ് ഇവിടെ ഒരു ടോട്ടൽ എക്സ് ആണ് കിട്ടി. ഇത് മൊത്തം ടോട്ടൽ ഏത് ഇതൊക്കെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഒരു എക്സ് കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ടോട്ടലും അതേപോലെ ഇവിടെ കിട്ടുന്ന ഈ എക്സും തമ്മിൽ ഈ വാല്യൂ ആദ്യം കിട്ടുന്ന തമ്മിൽ ഈക്വൽ ആവും. ഈ വാല്യൂവും അതേപോലെ തന്നെ ഈ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേപോലെ ഇവിടെ 100 കിട്ടും, ഇവിടെ 100 കിട്ടും. അപ്പോൾ ബാലൻസ് ആയി. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് അയക്കാം. ഓക്കെ, താങ്ക് യു.